ഓം ഹരിശ്രീ ഗണപതയേ നമ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. എല്ലാ സുഹൃതികളായ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് പാശ്ചാത്യ വർഷം 2025 ജൂലൈ മാസം 26-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട് കർക്കിടക മാസം 10-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന കഥ വാൽമീകിയുടേതാണ്. വാൽമീകി ആരായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ കഥയിൽ നാം കാമക്രോധ ലോഭമോഹാദികളിൽ വെച്ച് ഏറ്റവും വില്ലനായിട്ടുള്ളത് ക്രോധമാണെന്നും ആ ക്രോധമാണ് എല്ലാ അധർമ്മത്തിനെയും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്, അധർമ്മം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നെല്ലാം നാം അറിഞ്ഞു. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്രോധാത് ഭവതി സമ്മോഹഃ, സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധത്താൽ അവിവേകം ഉണ്ടാകുന്നു, അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലായ്മ, അതാണ് സ്മൃതി വിഭ്രമം എന്ന് പറഞ്ഞത്. ആ ഓർമ്മക്കേടിൽ നിന്നും ബുദ്ധിനാശം സംഭവിക്കുന്നു, ബുദ്ധിനാശം കാരണം എല്ലാം നശിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്കിനി തുടർന്ന് വാൽമീകിയുടെ കഥയിലേക്ക് മടങ്ങി വരാം. ആ ക്രോധം നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ പാരായണവും ഈ കഥാശ്രവണവും ഉതകുമാറാകട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം വാൽമീകി ആശ്രമത്തിലേക്ക് തിരിക്കുകയായിരുന്നുവല്ലോ ഇന്നലെ. അപ്പോൾ ആ ഭരദ്വാജ മുനിയുടെ ശിഷ്യന്മാരാൽ അനുഗതരായി ശ്രീരാമ സീതാലക്ഷ്മണന്മാർ ആ ശിഷ്യന്മാർ നിർദ്ദേശിച്ച വഴിയിലൂടെ കാളിന്തി നദി കടന്ന് മനോഹരമായ ചിത്രകൂടാചലത്തെ എത്തുന്നതും അവിടെ വെച്ച് വാൽമീകിയോട് കുറേ നാളത്തേക്ക് അവർക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ എവിടെയെല്ലാമാണ് ആ ഭവാൻ, അതായത് ശ്രീരാമചന്ദ്രൻ ഭഗവാൻ മഹാവിഷ്ണുവിന് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്, എവിടെയെല്ലാമാണ് അദ്ദേഹം വസിക്കുന്നത് എന്ന് വാൽമീകി പറയുന്നതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, നിത്യവും അവിടുത്തെ ശരണം പ്രാപിക്കുന്ന, അവിടുത്തെ മാത്രം ശരണമെന്ന് വിചാരിക്കുന്ന എന്നെപ്പോലെയുള്ളവർ എത്ര ധന്യരാണ്. അങ്ങയെ കണ്ടതിൽ എൻ്റെ ജന്മം ഇന്ന് സഫലമായിരിക്കുന്നു, എനിക്കിനി വേറെ ഒന്നും ആഗ്രഹമില്ല എന്ന് വാൽമീകി കൂട്ടിച്ചേർക്കുകയാണ്. ഈ ഭാഗം വളരെയധികം ചിന്തോദ്ദീപകമാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു കാട്ടാളനായിരുന്നു പൂർവജന്മത്തിൽ ഈ വാൽമീകി മഹർഷി. രത്നാകരൻ എന്ന ആ കാട്ടാളൻ വഴിയിൽ കൂടി പോകുന്നവരെ എല്ലാവരെയും കൊള്ളയടിക്കും. ആരെ എന്ത് എന്നൊന്നുമില്ല. സന്യാസി ശ്രേഷ്ഠന്മാർ, മറ്റ് യാത്രക്കാർ, പാവങ്ങൾ, അതുപോലെ ധനികർ, ആരായാലും വേണ്ടില്ല, അവരെല്ലാം തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചായിരുന്നു ഉപജീവനം കഴിച്ചു വന്നിരുന്നത്. കാട്ടാളൻ്റെ മാനസാന്തരത്തിൻ്റെ കഥയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. നാം സ്വയം മനസ്സ് വച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്നൊരു സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. കാരണം നമുക്ക് ചുറ്റുമുള്ള അനേകായിരം ജനങ്ങൾ, ആയിരമല്ല അനേക ലക്ഷം ജനങ്ങളുണ്ട് ഈ നടപടികൾ കൊണ്ട് ജീവിതം നശിപ്പിച്ചു കളയുന്നവർ. മദ്യപാനം, പുകവലി, അതുപോലെ എന്തൊക്കെ ദുശ്ശീലങ്ങളുണ്ടോ അതെല്ലാം, ദുശ്ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും പൊറുക്കുന്നതല്ലല്ലോ, അതുപോലെ തന്നെ അത് മറ്റുള്ളവരെ ഹനിക്കുന്നതും സ്വയം നാശമുണ്ടാക്കുന്നതുമായിരിക്കും. നമ്മുടെ ഈ സംസാര ജീവിതത്തിന് ഹാനികരമായ ഈ ദുശ്ശീലങ്ങളൊക്കെ സ്വയം ഉപേക്ഷിക്കണമെന്ന് കരുതി ശ്രമിക്കുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഇവരൊക്കെ കാലക്രമത്തിൽ ഓരോരോ രോഗങ്ങളാൽ വലഞ്ഞ് അകാലത്തിൽ മരണപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വളരെയധികം കഷ്ടനഷ്ടങ്ങൾ അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്നുമുണ്ട്. എത്രയോ കുടുംബങ്ങൾ അനാഥമാകുന്നു. തന്നെയുമല്ല, ജീവിച്ചിരിക്കുമ്പോൾ അവരായിട്ട് ബാക്കി വെച്ചിട്ട് പോകുന്ന ഒരു അരക്ഷിതാവസ്ഥ, അത് മറികടക്കാൻ സാധ്യമാണോ? നമ്മുടെ എല്ലാം കുടുംബത്തിൽ ഇതുപോലെ ദുശ്ശീലമുള്ളവരുണ്ടെങ്കിൽ അവരുടെ എല്ലാം ദുശ്ശീലങ്ങൾ അകന്ന് ഒരു നല്ല ജീവിതം നയിക്കാനും ദുശ്ശീലങ്ങൾക്ക് വശംവദരാകാതെ ഭഗവത് പ്രാർത്ഥനയോടെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ കഥാകഥനം തുടരാം. ഈ പുരുഷ സൂക്തപ്രകാരം വിരാട് പുരുഷൻ്റെ മുഖത്ത് നിന്ന് ജനിച്ചവരാണ് ബ്രാഹ്മണർ. അതുപോലെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനായിരുന്നു രത്നാകരൻ എന്ന മനുഷ്യൻ. എന്നാൽ ജന്മം കൊണ്ട് മാത്രമേ അദ്ദേഹം ബ്രാഹ്മണനായിരുന്നുള്ളൂ. കർമ്മങ്ങളെല്ലാം അധമമായിരുന്നു എന്നർത്ഥം. ബ്രഹ്മജ്ഞാനമുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അർച്ചന, ദാനം, അജേയത, അവധ്യത ഇവയൊക്കെയാണ് ബ്രാഹ്മണൻ്റെ പ്രത്യേകതകളായി പറയുന്നത്.
കർത്തവ്യങ്ങളാണെങ്കിലോ ബ്രാഹ്മണ്യം, അതായത് വംശത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കൽ. പ്രതിരൂപചരത്വം, കർത്തവ്യപാലനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകപങ്ക്തി എന്ന് പറഞ്ഞാൽ ലോകത്തെ ഉദ്ബുദ്ധമാക്കുക എന്ന കർമ്മം. ഇവയെല്ലാമാണ് ബ്രാഹ്മണർക്ക് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ. പുരോഹിതന്മാരെ എന്ന നിലയിലും ബ്രാഹ്മണരാണ് മഹായജ്ഞങ്ങൾ ചെയ്തിരുന്നത്. ഗ്രഹത്തിലും മറ്റും നടത്തുന്ന യജ്ഞങ്ങൾ ബ്രാഹ്മണരില്ലാതെ ചെയ്യാമെന്നുണ്ടെങ്കിലും ശ്രൗതം എന്ന പ്രധാന ക്രിയ ബ്രാഹ്മണനെ കൂടാതെ ചെയ്യാൻ സാധിക്കുകയില്ല. സ്മൃതികളിൽ ബ്രാഹ്മണരുടെ കർത്തവ്യമായി പറയുന്നത് പഠനം, പാഠനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം ഇവയാണെന്ന് നമുക്കറിയാം. ഇവയിൽ പഠനം, യജനം, ദാനം ഇവ സാമാന്യ കർത്തവ്യങ്ങളും പഠനം, യാചനം, പ്രതിഗ്രഹം ഇവ വിശേഷ കർത്തവ്യങ്ങളുമാണ്. ഇങ്ങനെ ബ്രാഹ്മണരുടേതായിട്ടുള്ള ധർമ്മവും കർത്തവ്യങ്ങളും എല്ലാം വെടിഞ്ഞ് ഒരു ശൂദ്ര സ്ത്രീയോടുകൂടി താമസിച്ചുകൊണ്ട് അവളിൽ അനേകം സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ചു എന്നാണ് ഈ വാൽമീകിയെക്കുറിച്ച്, അതായത് വാൽമീകിയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അനന്തരം ഒരു ലജ്ജയുമില്ലാതെ കള്ളന്മാരോടുകൂടി ചേർന്ന് വഴിയാത്രക്കാരെ ക്രൂരമായി കൊള്ളയടിച്ച്, അതായത് നിത്യവും വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ, എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേകത. ഇങ്ങനെയാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ദയയുമില്ലാതെ കൊള്ളയടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സപ്തർഷികൾ അതുവഴി വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പക്കലുള്ള വസ്തുക്കൾ പിടിച്ചു പറിക്കാനായി ചെല്ലുകയും, വസ്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ മുനിമാരുടെ കയ്യിൽ എന്ത് കാണും? ഒരു ഭാണ്ഡം കാണും. അതിൽ അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധാരണ ലളിത ജീവിതം നയിക്കുന്നവരല്ലേ, അതുകൊണ്ട് വിലപിടിച്ച വസ്തുക്കളൊന്നും കാണുകയില്ല. അങ്ങനെ ഒരു ചെറിയ ഭാണ്ഡം മാത്രമേ അവരുടെ വശം ഉണ്ടായിരുന്നുള്ളൂ. അവർ സൂര്യ തേജസ്വികളായി കാണപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മുനിമാർ സംഭ്രമത്തോടുകൂടി കാട്ടാളനായ ഈ രത്നാകരനോട് പറഞ്ഞു, നീ എന്തു ചെയ്യാൻ പോകുന്നു? ദുഷ്ടബുദ്ധിയായ നീ ചെയ്യുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? കാട്ടാളനുടനെ മറുപടി പറഞ്ഞു, എനിക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട്, അവരെ പോറ്റണം. അതിനാൽ അവരുടെ വിശപ്പും ദാഹവും അകറ്റാനാണ് ഞാൻ ഇപ്രകാരം വഴിപോക്കരെ കൊള്ളയടിക്കുന്നത്. അതെൻ്റെ ഒരു കടമയല്ലേ, ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ണാനും ഉറങ്ങാനും കൊടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ പക്കലും എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് എന്ന് പറയുന്നു. മുനിമാർ ഒരു മന്ദസ്മിതത്തോടെ ഇങ്ങനെ പറയുകയാണ്, നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ നിൻ്റെ കുടുംബത്തോട് ചെന്ന് ചോദിക്കുക, നീ അവർക്ക് വേണ്ടി ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവരും പങ്കിട്ട് എടുക്കുമോ എന്ന്. അങ്ങനെ നീ അവരോട് ചോദിച്ചിട്ട് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറയുന്നു. ഈ കാട്ടാളനായ രത്നാകരൻ ഉടനെ തന്നെ അവിടെ നിന്നും പോയി തൻ്റെ ഭാര്യയോടും മക്കളോടും ഇങ്ങനെ ചോദിക്കുന്നു, ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി, തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ? മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു, സത്യം പറയണം എന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഭാര്യയും മക്കളും ഉടനെ പറഞ്ഞു, അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. അതായത് കർമ്മം ചെയ്യുന്നവനെയാണ് കർത്താവ് എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആ പ്രവൃത്തി ചെയ്യുന്നവന് തന്നെയാണ് അതിൻ്റെ ഗുണഫലവും ദോഷഫലവും അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഒരു പങ്കുമില്ല എന്ന് അവർ പറഞ്ഞു. ആ പാപകർമ്മങ്ങളുടെ എല്ലാം ഫലം അവരും പങ്കിട്ടെടുക്കുമോ എന്നാണ് കാട്ടാളൻ അവരോട് ചോദിച്ചത്. അതിന് മറുപടിയായി അവർ ഇപ്രകാരം പറഞ്ഞപ്പോൾ കാട്ടാളൻ ഓടി വന്ന് മുനിമാരോട് ഇത് പറയുകയാണ്. ഇത് കേട്ട കാട്ടാളൻ വിരക്തനായി മാറി, ഒന്നിലും ആസക്തിയില്ലാത്തവനായിട്ട് മാറുകയാണ്. ഞാൻ ഇത്ര കാലവും കഷ്ടപ്പെട്ടത് എൻ്റെ ഈ നന്ദിയില്ലാത്ത ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ആയിരുന്നുവല്ലോ, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് തന്നെത്താൻ ചിന്തിച്ചുകൊണ്ടാണ് തിരിച്ചു മുനിമാരുടെ അടുത്തേക്ക് നടക്കുന്നത്. പുത്രൻ, കളത്രം, ധനം എല്ലാം വെടിഞ്ഞ്, അതായത് കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വരെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് താപസന്മാർ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ സ്ഥലം നോക്കി നടക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നടന്ന് മുനിമാരുടെ സമീപത്തെത്തുന്നു. താഴെ വീണ് സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ശരണാഗതന്മാരെ രക്ഷിക്കുക എന്നത് മഹാത്മാക്കൾക്ക് ഭൂഷണമാണല്ലോ. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ഈ ഉള്ളവനെ ദയവുണ്ടായി രക്ഷിക്കണേ എന്ന്
വീണ്ടും വീണ്ടും കേണു പറഞ്ഞു. മുനിമാർ ഈ രത്നാകരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് സ്വസ്ഥനായിരിക്കുക, നിനക്ക് മംഗളം ഭവിക്കും. എപ്പോഴും ഇപ്രകാരമുള്ള വിദ്വാൻമാരുടെ സംഗമത്താൽ നിനക്ക് പെട്ടെന്ന് തന്നെ സദ്ഫലം ലഭിക്കും. നിനക്ക് ഇന്ന് തന്നെ ഒരു ഉപദേശം തരുന്നുണ്ട്, അതിനെ പാലിക്കുക വഴി നിനക്ക് സദ്ഗതി ഉണ്ടാകും എന്ന് പറഞ്ഞു. സപ്തർഷികൾ വീണ്ടും തുടർന്ന് പറയുകയാണ്, ഇവൻ ദുരാചാരിയാണ്. അതായത് കൂടെയുള്ളവർ 7 പേരുണ്ടല്ലോ, സപ്തം എന്ന് പറഞ്ഞാൽ 7 എന്നാണ്. സപ്തർഷികൾ 7 മഹർഷികൾ. അപ്പോൾ അതിലൊരു മഹർഷി പറഞ്ഞു, ഇവൻ ദുരാചാരിയാണ്, അധമനായ ബ്രാഹ്മണനാണ്, ദുർവൃത്തനാണ്, സ്വജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവനുമാണ്. പക്ഷേ ഉടനെ ഇവനെ ഹെൽപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. ഉടനെ വേറൊരു ഋഷി പറഞ്ഞു, രക്ഷിക്കണേ എന്ന് ശരണം പ്രാപിച്ചവനെ ദുഷ്ടനാണെന്ന് വരികിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രക്ഷിക്കേണ്ടതുണ്ട്. ഇവന് പരബ്രഹ്മജ്ഞാനം ഉണ്ടാക്കി കൊടുത്ത് മോക്ഷം, അതായത് മോക്ഷമാർഗം ഉപദേശിക്കേണ്ടതുണ്ട് എന്ന് പറയുകയാണ്. ഉടനെ അവരുപദേശിക്കുന്നത് ഇങ്ങനെയാണ്, മര ഇപ്രകാരം ഏകാഗ്രചിത്തനായി ജപിക്കണം. ഞങ്ങൾ എന്ന് തിരിച്ചു വരുന്നുവോ അന്ന് വരെ ഇങ്ങനെ ജപിച്ചിരുന്നിടുക എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ മടങ്ങി വരുന്നതും കാത്ത് വാൽമീകി മര എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മര എന്ന് പറഞ്ഞത് രാമ എന്നായിട്ട് മാറി. തന്നെയല്ല, 1000 യുഗങ്ങൾ കഴിഞ്ഞ് സപ്തർഷികൾ മടങ്ങി എത്തിയപ്പോഴേക്കും വാൽമീകി മഹർഷി ഇരുന്ന സ്ഥലം പുറ്റുകൊണ്ട് മൂടപ്പെട്ട നിലയിലായിരുന്നു. മഹർഷിമാർ മടങ്ങിയെത്തി ഈ വാൽമീകി മഹർഷി ഇരുന്ന, അതായത് രത്നാകരൻ എന്ന കാട്ടാളനിരുന്ന പുറ്റിലേക്ക് നോക്കി പുറത്തു വരൂ എന്ന് പറഞ്ഞു. സൂര്യ തേജസ്സോടെ വിളങ്ങി നിന്നിരുന്ന ആ മുനിമാർ പുറത്തു വന്ന കാട്ടാളനെ നോക്കി, വൽമീക മധ്യത്തിൽ നിന്നും പുറത്തു വന്ന നീ വാൽമീകി എന്ന പേരിൽ അറിയപ്പെടട്ടെ. വേദങ്ങളെല്ലാം അറിയുന്ന പണ്ഡിത ശ്രേഷ്ഠനായി, ബ്രഹ്മത്തെ അറിയുന്നവനായി നീ അറിയപ്പെടട്ടെ. അന്നു മുതൽ ഞാൻ ഇങ്ങനെയായി എന്ന് കാട്ടാളൻ പറയുകയാണ്. ഇത് ശ്രീരാമലക്ഷ്മണന്മാരോട് വാൽമീകി തൻ്റെ ആത്മകഥ പറയുന്നതാണ് കേട്ടോ. അന്നു മുതൽ ഞാൻ ഇങ്ങനെയായി പ്രഭോ. എല്ലാം ആ രാമനാമത്തിൻ്റെ പ്രഭാവം തന്നെ. അതായത് മര എന്ന് ആ അർദ്ധശൂന്യമായ 2 അക്ഷരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ശ്രീരാമനാമമായി മാറി. ആ ശ്രീരാമനാമത്തിൻ്റെ പ്രഭാവം മൂലമാണ് അദ്ദേഹം ഇങ്ങനെ പണ്ഡിതനായി മാറിയത് എന്ന് അദ്ദേഹം പറയുകയാണ്. എല്ലാം ആ രാമനാമത്തിൻ്റെ പ്രഭാവം തന്നെ. ഇപ്പോൾ ഭഗവാനെ കാണാനും ഭാഗ്യമുണ്ടായിരിക്കുന്നു. എല്ലാം ഞാൻ ചെയ്ത പുണ്യഫലം. സീതയോടും അനുജനോടും കൂടി വസിക്കാൻ ഉചിതമായ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചിത്രകൂടാചലത്തിനും ഗംഗാനദിക്കും ഇടയിലായി 2 പർണശാലകൾ തീർത്ത് അവിടെ വസിക്കെന്ന് വാൽമീകി ശ്രീരാമലക്ഷ്മണന്മാരോട് പറയുന്നു. ശ്രീരാമൻ ബ്രഹ്മജ്ഞാനനിരതനായി അനുജനോടും സീതയോടും കൂടി ഈ പ്രദേശത്ത് ദേവലോകത്ത് എങ്ങനെയാണോ ഇന്ദ്രൻ വാഴുന്നത് അതുപോലെ അവിടെ സസുഖം താമസിച്ചു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഭഗവത് പ്രേരണയുണ്ടാകും. ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്നത് മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന ആ മഹത്തായ കൃതി നോക്കി പദാനുപദം വായിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ സാരാംശവും എല്ലാം ചോർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ വാൽമീകിയുടെ പൂർവ്വ ചരിത്രം കൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്താം. നാളെ ഭരതൻ്റെ ആഗമനം, അതായത് വനത്തിലേക്ക് പോയ ശ്രീരാമൻ്റെ അടുത്തേക്ക് ഭരതൻ വരുന്നു. ദശരഥൻ്റെ ആ പുത്രവിയോഗത്താൽ ഉള്ള ചരമഗതി, ഇതെല്ലാമാണ് അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. പിന്നീട് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പുണ്യകഥ കേൾക്കാൻ പറ്റുന്നത് സുഹൃതമാണ്. ഒരുപാട് വീഡിയോസ് എല്ലാവരും തന്നെ ഓരോരുത്തരും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഥ കേൾക്കണേ എന്ന് ഞാൻ പറയും, അതെനിക്കൊരു സപ്പോർട്ടാകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശുഭദിനം നേരുന്നതോടൊപ്പം നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.